അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ വട്ടവടയുടെ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ആ പോയിന്റിൽ വന്ന് നിൽക്കുന്ന വരായിരുന്നു നിർത്തിയിരുന്നത് വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വട്ടവട ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മളെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏതാണ്ട് മോർണിംഗ് 6 മണി മുതൽ ഈവനിങ് 6 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. വന്യത നിറഞ്ഞ പ്രദേശമാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ. സീസൺ ആയി കഴിഞ്ഞാൽ കോടമഞ്ഞിൽ പുതച്ച് കിടക്കുന്ന സുന്ദര ഗ്രാമമാണ് വട്ടവട. മൂന്നാറിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ദൂരമാണ് വട്ടവടയുള്ളത്. പ്രകൃതി ഭംഗിയും തണുപ്പും കൊണ്ട് മൂന്നാറിനെ വെല്ലുന്ന ഒരിടമാണ് വട്ടവട എന്ന ഈ ഒരു ഗ്രാമം. മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്റർ കഴിഞ്ഞാൽ പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് പിന്നീടുള്ള യാത്ര. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പാമ്പാടും ചോലയുടെ പ്രധാന കവാടം കഴിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വട്ടവടയിലേക്ക് എത്തിച്ചേരാം. ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരെ എത്തിയാൽ തമിഴ്നാടിൻ്റെയും വട്ടവടയുടെയും പ്രധാന ഭാഗമായ കൃഷിസ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാം. വട്ടവട എന്ന ചെറു ഗ്രാമത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ നിങ്ങൾ കാണുന്നത് അതിസുന്ദരമായ ടെറസ് കൃഷികളും തമിഴ്നാട് കേരള ബോർഡറിൻ്റെ മലനിരകളും നമുക്ക് കണ്ടാസ്വദിക്കാം. പശ്ചിമഘട്ടത്തിലെ പഴനി മലനിരകളിലാണ് ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിളയുന്നത്. വട്ടവട എന്ന അതിമനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ അതിർത്തി മേഖലയായതിനാൽ മലയാളവും തമിഴുമാണ് ഭാഷാരീതി. തട്ടായുള്ള കൃഷിരീതികളാണ് വട്ടവടയിലെ ആകർഷണങ്ങളിൽ ഒന്ന്. സീസൺ അനുസരിച്ചുള്ള കൃഷിരീതിയാണ് വട്ടവടയിൽ പിന്തുടരുന്നത്. അകലെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ഇവിടെ. 2011 സെൻസസ് പ്രകാരം വട്ടവടയിൽ 3292 ആളുകൾ മാത്രമാണുള്ളതെന്ന് വ്യക്തമാക്കുന്നത്. 12.27 ചതുരശ്ര മൈൽ വ്യാപ്തിയുള്ള ഗ്രാമത്തിൽ ആകെയുള്ളത് 901 കുടുംബങ്ങളാണ്. ഇവിടുത്തെ പ്രധാന സീസൺ ടൈം എന്ന് പറയുന്നത്, അതായത് കൂടുതൽ തണുപ്പ് ഉള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമിലാണ്. മൂന്നാറിനേക്കാൾ തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയാണ് വട്ടവടയിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 1450 മീറ്റർ ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. വട്ടവടയിലെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ടെറസ് കൃഷിയും പച്ചക്കറി കൃഷിയും പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങളും. അതുകൂടാതെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വട്ടവട ഗ്രാമത്തിനെ മൊത്തത്തിൽ നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ വട്ടവട ആ ഒരു സ്റ്റോപ്പിൻ്റെ ഒരു ഭാഗത്ത്, അതായത് ബസ്സും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന പ്രദേശത്ത്, അപ്പം കാർ അവിടെ ഇട്ടിട്ട് ഓട്ടോറിക്ഷ ആണ് എടുത്തത്. കാരണം നമ്മൾ ഒരു 1-2 സ്ഥലത്തോട്ടുള്ള പോക്കും കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കത് അത്ര വർത്തായിരിക്കില്ല. അപ്പോൾ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എടുത്തോട്ട് ഓട്ടോയ്ക്ക് നമ്മൾ ചാർജ് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പം പുള്ളിക്കാരൻ നല്ല കമ്പനിയായിരുന്നു. ഞാൻ മുന്നേ ഇവിടെ വന്ന് സ്പോട്ടിലൊക്കെ വന്ന് കറങ്ങിയത്, അവിടെ കുറച്ച് സുഹൃത്തുക്കളും പരിചയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വട്ടവടയിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്ട്രോബെറി ഫാമിലാണ്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ സ്ട്രോബെറി ഫാമിൽ വന്ന് ഈ സ്ട്രോബെറിയൊക്കെ പറിക്കുന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ അവരെപ്പോഴും വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഞാൻ അവർക്ക് സഫലമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇങ്ങനെ വിളഞ്ഞിടപ്പോൾ ഇത് ഏതാണ്ട് 5 ഏക്കറോളം ഉണ്ട് ഈ ഒരു പ്രദേശത്ത്. ഇതിൻ്റെ ഒരു കൃഷി സ്ട്രോബെറി മാത്രമല്ല, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ ഇവരിത് മെയിനായിട്ട് ചെയ്യുന്നത് സ്ട്രോബെറിയാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറിയ സ്ട്രോബെറീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോന്നൊക്കെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ വിളവാകുമ്പോൾ ഒരുപാട് വലിപ്പത്തിൽ കിട്ടുമെന്ന്.
അപ്പോൾ അത് നമ്മളൊരു ചെടി കിളിച്ചിട്ട് നമ്മൾ നോർമലി നമ്മളൊരു പപ്പായ മരം അതൊക്കെ വെക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ആ ഒരു വലുപ്പമല്ലേ, പിന്നെ കുറേ അങ്ങ് ആ ഒരു ലെവലിലോട്ട് പോകും. അപ്പോൾ ഇത് ഒരുവിധം നല്ല സീസൺ ടൈമാണ്. അതായത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് മാർച്ച് മാസം തുടങ്ങാറാകുമ്പോഴാണ് കേട്ടോ. തണുപ്പുണ്ട്, ശ്വാസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവും. അതാണ് ഈ സൗണ്ട് സംസാരിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെ നമ്മൾ കാണുമല്ലോ. നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. എല്ലാം ഗ്രില്ലും ആ വല വെച്ചിട്ട് മറച്ചേക്കാണ് അതിൻ്റെ ഉള്ളിൽ കയറി അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 4 ചുറ്റും മലയാണ്, അതിൻ്റെ നടുക്കാണ് ഈ ഒരു സംഭവം. പിന്നെ സൈഡിലായിട്ട് ഒരു ചാലും കാര്യങ്ങളും ഇട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കൃഷിഭാഗങ്ങളാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് വേറെ ആളുടെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്തെ നാട്ടുകാരെ ഞാൻ എന്താ പോലെ ശരി തന്നെ അത്യാവശ്യം വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല. ഇതേപോലെ ടെറസ് കൃഷി നമുക്ക് കുറച്ച് നടക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഈ കയറ്റത്തും ഇറക്കത്തൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് ഓരോ നാട്ടിലേക്ക് ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത്. അവരെ സമ്മതിച്ചു കൊടുത്ത് പറ്റുള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം എന്ന് വേണം തന്നെ പറയാൻ. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വട്ടവടയിലാണ് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഇതേപോലെ സ്ട്രോബെറി കൃഷിയോ ഫാമോ ഉള്ള കാര്യം എനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ഫാമിൽ നിന്ന് പലയിടത്തേക്കായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് സ്ട്രോബെറി പോകുന്നതുമുണ്ട്. എന്തോ വേണം മോനെ, മോനെന്തോ വേണം പറ. ഇത്രയും സ്ട്രോബെറിയൊക്കെ ആദ്യമായിട്ട് കൂട്ടത്തോടെ കണ്ടപ്പോൾ ചുണ്ടും കുഞ്ഞിയും ബദ്രിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുന്ന് കിലോയ്ക്ക് 600 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1/2 കിലോയുടെ ബോക്സ് വെച്ച് മേടിച്ച് കൊടുത്ത് ഒരു ഹാഫ് അവർ കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ വിധം ബോക്സ് ചെയ്താണ് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു രുചി എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. കുറച്ച് പുളിയും മധുരം കൂടെ ചെയ്തതാണ്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ അതിലൊരു നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു ചാറ്റൽ മഴ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയവർ വരെ തിരിച്ച് ആ ഷെഡിലേക്ക് കയറി നിന്ന്. അപ്പം മഴ തോർന്നതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ എല്ലാത്തിലും നല്ല രീതിക്ക് കിളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി വരുന്നതനുസരിച്ച് അവിടുത്തെ സ്റ്റാഫുകൾ അത് പറിച്ച് അത് പാക്ക് ചെയ്ത് വിടുന്നുണ്ട്. കാരണം ഇത് കൂടുതൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴപ്പോഴത് ഫ്രഷായിട്ട് തന്നെ കയറ്റി വണ്ടിയിൽ വിട്ടുകൊണ്ടേയിരിക്കണം. അതായത് ഇത് നേരെ വട്ടവടയിൽ നേരെ എറണാകുളം സൈഡിലേക്കാണ് പോണത്. അവിടെ നിന്നാണ് കൂടുതൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ മുകളിലോട്ട് കയറുകയാണ്. ഈ കയറ്റം കയറി ഇറങ്ങി വന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു കയറ്റമുണ്ട്. അമ്മയ്ക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല, സത്യത്തിൽ ഒട്ടും നടന്ന് ശീലമില്ലാത്ത പൊതുവെ എനിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഈ ഒരു കയറ്റം ഇറക്കമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞടുത്ത് നമ്മൾ ഒരു വ്യൂ പോയിന്റ് ആ ഒരു ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മുടെ ആട്ടോ ചങ്കിൻ്റെ നല്ല കമ്പനിയായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിയുടെ ഓട്ടോയാണ്. ഞാൻ ഇതിനകത്ത് പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തിരിക്കുക. ആർക്കെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി എല്ലാ കാര്യവും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഒരു സുഹൃത്തുണ്ടായിരുന്നു, അരുൺ എന്ന് പറയുന്ന, ജീപ്പ് ഓടിക്കുന്നതായിരുന്നു. പുള്ളിക്കാരൻ അവിടുന്ന് സേലത്തോ കോയമ്പത്തൂരോ പോയെന്നാണ് ഓട്ടോയിൽ ഇരുന്ന ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവരെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് ഇതാണ്, ആ ഒരു മല മുകളുടെ ഭാഗത്ത്. ഇതേപോലെ ഒരു വേറൊരു സൈഡിന്റെ ഭാഗമുണ്ട്. അവിടെ പോയി നിന്നാലും അത്യാവശ്യം ഈ പറയുന്ന ആ ഒരു വട്ടവടയുടെ ഏകദേശം ഒരുവിധം ഭാഗങ്ങൾ നമുക്ക് നല്ലോണം വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഈ മഞ്ഞൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മുമ്പ് ഞാനിവിടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിട്ട് അങ്ങനെ കറങ്ങിയടിച്ചൊക്കെ പോയി. പിന്നെ ഒരു പ്രാവശ്യം വന്ന് കറങ്ങിയടിച്ച് പോയെന്ന് പറഞ്ഞാൽ ഒരു ഡിയോടെ സ്കൂട്ടി എടുത്തിട്ട് ഏതാണ്ട് 3 ദിവസം മൂന്നാറ് സ്റ്റേ ചെയ്തിട്ട് ഈ ഭാഗവും മറയൂർ ഭാഗം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര യാത്രയായിരുന്നു. പിന്നെ അതിന് നെക്സ്റ്റ് 2ാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ വട്ടവട തന്നെ സ്റ്റേ ചെയ്തിരുന്നു. അതൊരു അടിപൊളി അനുഭവമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്ടോ ചങ്കിൻ്റെ പേരെന്ന് പറയുന്നത് പ്രഭു എന്നാണ്.
അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ദിവസം ഫുള്ള് സ്റ്റേ ചെയ്യാൻ, ഒരു ക്യാമ്പൊക്കെ ചെയ്യാനടുത്തിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു കയറി ഇനി അടുത്ത വട്ടവട വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.